നമസ്കാരം. തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബയ്ക്കൊപ്പം 40-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചിപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ. 5000 രൂപയിൽ തുടങ്ങുന്ന മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യ ആനുകൂല്യങ്ങൾ നേടാം. പണിക്കൂലിയില്ലാതെയും പണിക്കൂലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും 908491 നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ. തിരൂരങ്ങാടിയിലെ വ്യാജ RC നിർമ്മാണ കേസ് മലപ്പുറത്ത് നിന്നുള്ള മന്ത്രി ഇടപെട്ട് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്ന് തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ആരോപിച്ചു. കേസിലെ പ്രധാന പ്രതിയായി റിമാൻഡിൽ കഴിയുന്ന നിസാറിന്റെ സഹായം മുഖേനയാണ് കേസ് ഒതുക്കാൻ ശ്രമിക്കുന്നത്. ഇടത് ഉദ്യോഗസ്ഥ സംഘടനയുടെ പ്രതിനിധികളായ ഉദ്യോഗസ്ഥരിലേക്ക് അന്വേഷണം എത്തുന്നത് തടയാനാണ് ജില്ലയിൽ നിന്നുള്ള മന്ത്രി ശ്രമിക്കുന്നത്. ഉള്ളണത്തു നിന്നും പിടിയിലായ പ്രതിയുടെ മൊഴിയിൽ വ്യാജ RC നിർമ്മാണത്തിന് അദ്ദേഹത്തെ സഹായിച്ച ഉദ്യോഗസ്ഥരുടെ പേരും അവർക്ക് കൈമാറിയ തുകയും പറയുന്നുണ്ട്. ഇയാൾ അറസ്റ്റിലായി ദിവസങ്ങൾ പിന്നിട്ടിട്ടും അന്വേഷണം ഉദ്യോഗസ്ഥരിലേക്ക് എത്താത്തത് മന്ത്രിയുടെ ഇടപെടൽ മൂലമാണെന്നും യൂത്ത് ലീഗ് ആരോപിച്ചു. വ്യാജ RC കേസുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നടപടികൾക്ക് വിധേയമാക്കണമെന്നും തുടർ ദിവസങ്ങളിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരമായി യൂത്ത് ലീഗ് മുന്നിട്ടിറങ്ങുമെന്നും മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി ഷെരീഫ് വടക്കയിൽ പറഞ്ഞു. ഇന്നലെയും മിന്നാന്നുമായിട്ട് പുറമേയുള്ള 3 ആളുകളെ, പുറമേയുള്ള ഏജൻസികളെയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അവർ അറസ്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ പോലീസിന് കൊടുത്ത മൊഴിയിൽ അവർ കൃത്യമായി പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ പേര് അവർ അതിൽ വെളിപ്പെടുത്തുകയും ആ ഉദ്യോഗസ്ഥന്മാർക്ക് അതിൽ പങ്കുണ്ട് എന്ന് ആ മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ വെളിപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നേ വരെ ആ ഉദ്യോഗസ്ഥന്മാരെ അറസ്റ്റ് ചെയ്യാൻ പോലീസോ അതുപോലെ തന്നെ അധികൃതരോ തയ്യാറായിട്ടില്ല എന്നുള്ളത് പരമസത്യമാണ്. അതുകൊണ്ട് തന്നെ തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ ഇന്നേ ദിവസം ഈ RT ഓഫീസ് പരിസരം, താലൂക്ക് ഓഫീസ് പരിസരം, തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ കുറ്റക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥർ, ആ ഉദ്യോഗസ്ഥർ ആരെന്ന് കൃത്യമായിട്ട് പോലീസിനറിയാം, പൊതുസമൂഹത്തിനറിയാം, ആ ഉദ്യോഗസ്ഥരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് അവരെ അറസ്റ്റ് ചെയ്ത് ഈ RT ഓഫീസിൻ്റെ നിലവിലുള്ള അനധികൃത ഇടപാടുകൾ ക്ലീൻ ആക്കണമെന്നാണ് മുസ്ലിം യൂത്ത് ലീഗ് ആവശ്യപ്പെടുന്നത്. ഇവിടെ ഞങ്ങൾ പറയുന്നത് ഇതിൻ്റെ പിന്നിൽ ഉദ്യോഗസ്ഥന്മാർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇത്തരം അനധികൃത ഇടപാടുകളും അഴിമതികളും ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തു കൊടുക്കുന്നത് സർക്കാരും മന്ത്രിതലത്തിലുള്ള സംവിധാനങ്ങളുമാണ് എന്ന് ഞങ്ങൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കൃത്യമായ എവിഡൻസ് ഇവരെ കയ്യിലുണ്ടായിട്ട് പോലും ഈ ഉദ്യോഗസ്ഥരെ ഇവർ തൊടാനോ അവരെ അറസ്റ്റ് ചെയ്യാനോ ഇവർ തയ്യാറല്ല. സത്യത്തിൽ ഈ ഫേസാപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ ഉദ്യോഗസ്ഥന്മാർ ഇടപെടലുണ്ടെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള ഇടപാട് നടത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതുപോലും മറച്ചു വെച്ചിട്ടാണ് ഇവർ കാര്യങ്ങൾ പോകുന്നത്. ഞങ്ങൾ ഇപ്പോൾ പറയുന്നത് ഇതിൻ്റെ പിന്നിൽ മലപ്പുറം ജില്ലയിലുള്ള ഒരു മന്ത്രിയുടെ ഇടപെടൽ, അതാരും നിങ്ങൾക്കറിയാം. മലപ്പുറം ജില്ലയിലുള്ള തൊട്ടപ്പുറത്തെ മണ്ഡലത്തിലും മന്ത്രിയുടെ ഇടപെടൽ ഈ ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കാൻ, ഇത്തരം അഴിമതിക്കാരെ സംരക്ഷിക്കാൻ, അനധികൃത ഇടപാട് നടത്തി സംരക്ഷിക്കാൻ വേണ്ടി ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കേണ്ടി. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും നടപടികൾ വിധേയമാക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു 2-3 ദിവസത്തിനകം ഇതിന് കൃത്യമായ നടപടിയില്ലെങ്കിൽ ശക്തമായ സമരമായി ഞങ്ങൾ ഈ ഓഫീസിലേക്ക് വരും. അത് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഇന്ന് ലുക്കൗട്ട് നോട്ടീസിലൂടെ ഇത് നിങ്ങൾ അറിയിച്ചതെന്ന് അറിയിക്കുന്നു.